മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാറിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേർക്കും ആലപ്പുഴ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു. അതിനുശേഷം കോടതി അവരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ 3 ദിവസം ഹാജരാകാൻ ഡയറക്ഷനും കൊടുത്തു. പോലീസ് ജാമ്യം കൊടുക്കുന്നതിന് SIT ടീം അതിശക്തമായി എതിർത്തു. പക്ഷെ കോടതി ജാമ്യം കൊടുത്തു. ആ ജാമ്യം കൊടുപ്പ് വളരെ വിവാദമായ ചില ചർച്ചകളിലേക്കൊക്കെ വഴിതെളിച്ചു. ഹണിയം വർഗീസാണ് ജാമ്യം കൊടുത്തത്. പോലീസ് കസ്റ്റഡി ചോദിച്ചതാണ്, കൊടുത്തില്ല. പക്ഷേ SIT ടീം വളരെ ക്ലെവറായിട്ട് നീങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോടതി ആ 5 പേര് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകാൻ ഡയറക്ഷൻ കൊടുത്തെങ്കിലും അവരെ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും അന്വേഷണം അവരുമായിട്ട് നടത്താൻ വേണ്ടിയിട്ടുമാണ് ഡയറക്ഷൻ കൊടുത്തത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പോലീസിന്റെ കസ്റ്റഡിയിലല്ല, ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികളാണ്. ആലപ്പുഴ ജില്ലാ ജഡ്ജി ജാമ്യം കൊടുത്ത ശേഷം പോലീസിലേക്ക് അവരെ പറഞ്ഞയച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടും, അവരെ ജാമ്യത്തിൽ വിടുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പോലീസ് വളരെ ക്ലെവറായിട്ട് നീങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം 5 പേരുടെയും തൊണ്ടിയായ സ്റ്റിക്ക്, വടി പോലീസിൻ്റെ കസ്റ്റഡിയിലെടുക്കണം. അതിൽ 1-2 പേര് പോലീസിനെ ആ വടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അതൊന്നും SIT അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഇത് വളരെ ക്രൂഷ്യലായ ഒരു അന്വേഷണം നടക്കുന്ന ഒരു കേസാണ്. ഈ കേസിനകത്ത് അവരുടെ കയ്യിലെ ആ ദൃശ്യത്തിൽ കണ്ട വടികള് പോലീസിന്റെ കൈവശം ഉണ്ടോ എന്ന് സംശയമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ലാത്തി അവിടെ ഇഷ്യൂ ചെയ്യുകയാണ്. അതിനവർ രസീറ്റും കൊടുക്കും. അത് ഓരോരുത്തർക്കും ഈ ലാത്തികൾ അവർ ഒപ്പിട്ട് വാങ്ങും. അത് അവരുടെ കൈവശം സൂക്ഷിക്കും. അതുപോലെ തന്നെ റിവോൾവറും പിസ്റ്റലും ഒക്കെ അവരെ ഏൽപ്പിക്കുമ്പം അത് അവർ റെസിപ്റ്റ് എഴുതി കൊടുക്കും. അതുപോലെ വലിയ സ്റ്റിക്കുകളൊക്കെ കൊടുത്താൽ തന്നെ അത് റെസിപ്റ്റുകൾ കൊടുക്കും, അത് രസീറ്റ് അവർ കൊടുക്കണമെന്നുള്ളതാണ്. ഏതായാലും പോലീസിൽ അവിടെ കണ്ട ആ പത്തലുകളൊന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കണ്ടിട്ടുമില്ല. അതൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ലാത്തികളാണ് കൊടുക്കുന്നത്. ആ ലാത്തിയുടെ അറ്റത്ത് അവിടെ ഒരു ഹോളിട്ടിട്ട് അവിടെ കറുത്ത ചരട് കായ്ക്കകത്ത് ഇട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വലിയ ലാത്തികൾ മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ അത് ഇല്ല. അപ്പം അവരവിടെ പ്രയോഗിച്ച വടി അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, തല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് കരുതുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ തന്നെ കരുതുന്നതാണ് ഞാനും വിചാരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഡയറക്ഷൻ കൊടുത്തപ്പം അവരെ ഹാജരായി. പക്ഷെ പോലീസ് റെക്കോർഡ് ചെയ്തില്ല, അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് നല്ലൊരു കാര്യമാണ്, നല്ല നീക്കമാണ്. ഈ ജാമ്യം ക്യാൻസൽ ചെയ്യൽ ഹൈക്കോടതിയിൽ പോകണം. അത് ഹൈക്കോടതിയിൽ എന്നിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ അവരുടെ തൊണ്ടി സാധനങ്ങളെ അത് റിക്കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വേണം ഈ 5 പേരെ. കസ്റ്റഡിയിലിരുന്ന് അത് സാധനം റിക്കവർ ചെയ്യണം. അതേസമയത്ത് അവർക്ക് ഇഷ്യൂ ചെയ്ത അത് എവിടുന്നാണ് അവർക്ക് ഇഷ്യൂ ചെയ്തത്, അവിടുത്തെ രജിസ്റ്റർ നോക്കണം. അവിടുത്തെ ഇതേ രീതിയിലുള്ള വടികൾ അല്ലെങ്കിൽ ലാത്തികൾ അവിടെ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾ എടുക്കണം. ഇവരുടെ കൈവശം ഇരുന്ന സാധനം വ്യത്യസ്തമാണെങ്കിൽ ഇത് അതുകൂടെ കോടതി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരെ 5 പേരെയും കസ്റ്റഡിയിൽ ഇരുന്ന് വേണം അവരെ ചോദ്യം ചെയ്ത് അത് കൺഫസ് ചെയ്യാൻ. എന്നാലേ 27 എവിഡൻസ് ആക്ടിന്റെ പരിധി വരുള്ളൂ. അല്ലെങ്കിൽ BSA 23 പരിധിയിൽ വരണം. അതുകൊണ്ടാണ് അവരിപ്പം അറസ്റ്റ് ചെയ്യാതെ വിട്ടത്. ഹൈക്കോടതിയിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ കോടതി ജാമ്യം കൊടുത്തെങ്കിലും ആ ജാമ്യം അത് ക്യാൻസൽ ചെയ്യാൻ അപേക്ഷ കൊടുക്കും. അവരെ ജാമ്യം ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ കസ്റ്റഡി തരാൻ 2 ദിവസമെങ്കിലും കോടതിയിൽ അപേക്ഷിക്കണം. കസ്റ്റഡി വാങ്ങിച്ചിട്ട് വേണം 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് ആ ലാത്തികൾ റിക്കവർ ചെയ്യാൻ. എങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അത് തന്നെയല്ല, അത് സെക്ഷൻ BSA 23 പ്രകാരവും ആയിരിക്കും. കാരണം
2023 ശേഷമുള്ള ഈ സംഭവം ആണെങ്കിൽ അത് ബി എസ് എയുടെ നിയമപരിധിയിൽ വരും. എന്തായാലും പോലീസ് വളരെ ക്ലെവറായിട്ട് ആ SIT ടീം നീങ്ങി അറസ്റ്റ് റെക്കോർഡ് ചെയ്യാതെ അവരെ പറഞ്ഞു വിട്ടു. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ വിട്ടതെന്ന് പലർക്കും സംശയം. കോടതി പോലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹൈക്കോടതിയിൽ ആ ജാമ്യം ക്യാൻസൽ ചെയ്ത് ഇവരെ കസ്റ്റഡി വാങ്ങി, ഒരു ദിവസമെങ്കിലും കസ്റ്റഡി വാങ്ങി ഈ 27 റിക്കവറി നടത്തും. അതിനു മുമ്പ് ഈ വടിയുടെ സാമ്പിൾ എവിടെയാണ് അവർക്ക് ഇഷ്യൂ ചെയ്ത് അതിൻ്റെ സാമ്പിൾ എടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെക്കുന്നത്, മഗസർ എഴുതി കോടതി കൊടുക്കുന്നത് ഉചിതമായിരിക്കണം. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വടിയല്ല, അല്ലെ ലാത്തിയല്ല അവർ ഉപയോഗിച്ചത്, അതൊരു പത്തലാണ്, അത് അവർ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കേസ് ബലപ്പെട്ടു വരികയുള്ളൂ. ഏതായാലും ആ 5 പേര് അറസ്റ്റ് റെക്കോർഡ് ചെയ്യാതെ പറഞ്ഞു വിട്ടത് നല്ല കാര്യമായിട്ടാണ്. നിയമപരമായ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പോലീസ് ആ കാര്യത്തിൽ നീക്കം നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ SIT ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു.